അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യത്തേക്കാൾ ബർക്കത്താക്കപ്പെട്ട സത്യമാക്കപ്പെട്ട കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ റിപ്പോർട്ടുകളിൽ അതിന് വിരുദ്ധമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വാസ്തവിരുദ്ധമായിക്കൊണ്ട് പല ഇൽമുകളും കൂടിക്കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അഹ്ലുൻ നസറുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സത്യം അറിയാൻ സാധിക്കുന്നവരായ ആളുകൾ, അള്ളാഹുവിൻ്റെ ബന്ധമുള്ള ആളുകൾക്ക് റിപ്പോർട്ട് കാണുന്ന സമയത്ത് തന്നെ അത് ഗ്രഹിക്കാൻ സാധിക്കും. ഇത് ഹക്കായ റിപ്പോർട്ടാണോ അല്ലേ എന്നുള്ളത് അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അവരുടെ സഹായത്തോടു കൂടിയും സാധിക്കും. എന്നാൽ അതേപോലെ തന്നെ അസലിയായ ഇൽമ് പഠിപ്പിക്കപ്പെട്ട ആളുകൾ, ആ പഠിപ്പിക്കപ്പെട്ട ഇൽമിന് വിരുദ്ധമായ കാര്യങ്ങൾ വിരുദ്ധമായതിൻ്റെ പേരിലും അത് ഹക്കല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ഇൽമിന് യാതൊരു പ്രയോജനം ഇല്ലാതെ വരും. അതാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാഫിയായ ഇൽമും നാഫി അല്ലാത്ത ഇൽമൊക്കെ വേർതിരിച്ച് പറയാൻ കാരണം, ഇമാം ജാഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഹദീസിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് നമുക്ക് ഹക്കും ബാത്തും തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? ഖുറാനിന്റെ അധ്യാപനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഹദീസിൽ വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അത് തെറ്റാണ്, അത് നമ്മൾ ചുവരിലേക്ക് വലിച്ചെറിയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനാദരവല്ലത്, ആദരവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളൻ ചമച്ചവനും എന്താണ് നരകവാസിയെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ നമ്മൾ എത്രയോ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു കടലാസ് കഷ്ണം ഒരു ഹദീസ എന്ന് പറഞ്ഞ് വന്നത് കൊണ്ട് മാത്രം അത് ഹദീസാവുന്നില്ല. അഷ്റഫുൽ ഖൽഖായ അല്ലെങ്കിൽ അഷ്റഫുൽ മഖ്ലൂഖായ മനുഷ്യന് അവനിൽ ശൈത്താനെ വിഷയങ്ങളും തെറ്റുകളും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ നിസാരമായ കടലാസിൽ തെറ്റ് കൊണ്ടുവരാൻ ഇബ്ലീസിന് യാതൊരു പണിയും ഇല്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കും. ഈ വിഷയത്തിലൊക്കെ നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടത് ആരെയാണ്? ഏറ്റവും മിനിമം ക്രൈറ്റീരിയ അദ്ദേഹം ഒരു ദാക്കിറെ കൽബി ആണോ എന്ന് അന്വേഷിക്കലാണ്. ദാക്കിറെ കൽബി എന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഡിപ്ലോമ ഒരാളെ കൈവശം ഇല്ല എങ്കിൽ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത്തരക്കാരിൽ നിന്നും ഇൽമ പഠിക്കാൻ പാടില്ല, അവരെ പിന്തുടരാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തുദിമൻ അഗ്ഫൽനാ ഖൽബഹു ദിക്ർനാ എന്നുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ വിഷയം തന്നെ ഉമ്മത്തിൽ നിന്നും തേഞ്ഞു മാഞ്ഞു പോയ സമയത്ത് മനുഷ്യന് പിന്നെ എന്താ ചെയ്യുക? മനുഷ്യന് അവന് മനസ്സിലാക്കി അർത്ഥം കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്ന അർത്ഥങ്ങളാണ് മറ്റുള്ള അർത്ഥങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഏതൊരു ഇൽമ പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ആ പഠിപ്പിക്കുന്ന ആളിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യം ആരായേണ്ട വിഷയം ദാക്കിറെ കൽബി ആണോ എന്നുള്ളതാണ്. ദാക്കിറെ കൽബി അല്ല എങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ദാക്കിറെ കൽബി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഷയം ഇതിലുണ്ടോ എന്നുള്ളതാണ്, സമ്മതം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഇതൊന്നും നമ്മൾ പാലിക്കാതെ നമ്മൾ ബാഹ്യമായ ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഇൽമു പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങളുണ്ടാവും, ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അത് പരലോകത്തേക്ക് ഉപകരിക്കൂല, ദുന്യാവിൽ മാത്രമേ ഉപകരിക്കുള്ളൂ. അഥവാ നമ്മളെ ബാഹ്യമായ കാര്യങ്ങൾ, താടി, തലപ്പാവ്, അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള ചില കാര്യങ്ങൾ, ഇത് നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം. അതല്ലാതെ വിജയിക്കുന്ന വിഷയത്തിലേക്ക് അത് എത്തൂല. വിജയിക്കേണ്ട വിഷയം കിടക്കുന്നത് ഈ ഉള്ളിലുള്ള റൂഹിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, കൽബിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ബാക്കിയുള്ള തായ്ഫകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഉണർത്താൻ നമ്മളെ ഇൽമ കൊണ്ട് ഒരിക്കലും സാധിച്ചില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. കാരണം നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ ജിസ്മ് ഇവിടെ ഇട്ടേച്ച് പോകും, ഖബറിൽ ഇട്ടേച്ച് പോകും. പിന്നീട് ഒരിക്കലും അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. നമ്മൾ അതിൽ നിന്നും പോവേണ്ട ആൾ റൂഹാണ്. ആ റൂഹ്, അതിന് മുമ്പുള്ള കൽബ്, സിറ്, ഹഫീ, അഖ്ഫ ഇവയൊന്നും ഉണരാതെയാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ ഇതൊക്കെ ഖബറിൽ വേസ്റ്റാക്കപ്പെടും, എല്ലാം നശിച്ചു പോകും. ആ റൂഹ് മാത്രം മേലേക്ക് പോകും. അത് പോകുന്ന സ്ഥലം എവിടേക്കായിരിക്കും? സിജിലിലേക്കായിരിക്കും. കാരണം അത് ദാക്കിറെ കൽബി അല്ല എന്നതാണ് വിഷയം. അങ്ങനെ ഈ റൂഹ് ആ ലോകത്തിൽ നിന്നും വന്ന് ഈ ലോകത്തേക്ക് എത്തി, ഈ ലോകത്തിൽ നിന്നും ജീവിച്ച് അത് മരണപ്പെട്ടു പോകുന്ന സമയത്ത് അത് രണ്ടാമത് അപ്പോഴേ എണീക്കുന്നുള്ളൂ. ഒരു മുഷ്രിനെ കണ്ടുമുട്ടാത്ത ഒരാളാണെങ്കിൽ ആ സമയത്ത് അത് ഈ ദുന്യാവിൽ കഴിഞ്ഞു കൂട്ടിയ കാര്യങ്ങളൊന്നും അത് അറിയുന്നില്ല. അവൻ്റെ ജീവിതം വേസ്റ്റായി, അവൻ്റെ മതം ആകെ താറുമാറായി. അവൻ ചോദിച്ചു അള്ളാഹുവിനോട്, ഞാനിപ്പോൾ കുറച്ച് സമയത്ത് നേരത്തെ നീ ചോദിച്ചു, അലസ്തു റബ്ബിക്കും ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു, എന്നെ നീ ഉറക്കിക്കെടുത്ത് ഇപ്പോൾ എണീപ്പിക്കുന്നല്ലേ ഉള്ളൂ, എന്നെ എന്തിനാ നരകത്തിലിട്ടേ എന്ന് ചോദിക്കും. ആ സമയത്ത് അള്ളാഹു തആല അവൻ്റെ കർമ്മരേഖ പുറത്തെടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കും, ഇന്നെ പോലെയൊക്കെ ചെയ്തിക്കണം എന്നുള്ള വിഷയങ്ങൾ. അങ്ങനെ ഇങ്ങനെ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഭൂരിഭാഗം അങ്ങനത്തെ ആളുകളാണ്. അതല്ല ജീവിതത്തിൽ
രണ്ടാമത്തെ ജീവിതം മുർഷിദിനെ കൊണ്ട് തുടങ്ങി വെച്ചവർ വളരെ ചുരുക്കമാണ്. ഈ ഹഖീഖത്ത് മനസ്സിലാവാതെ നമ്മൾ അതിനെതിരെ വാദിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം അവിടെ ചോദ്യം ചെയ്യുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കയ്യിൽ നമ്മളെക്കാളും വലിയ ലോജിക് ഉണ്ട്. അപ്പൊ ആ റൂഹ് ഈ ദുന്യാവിൽ വന്നതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അവിടെ കാര്യമില്ല. കാരണം ആ റൂഹിന്റെ കൂടെ ഇണക്കി ചേർത്ത ചില സഹായികളുണ്ട്. 5 ലത്തായിഫുകൾ വേറെ ഉണ്ട്. അത് കൂടാതെ ഈ ദുന്യാവിൽ അവനെ സഹായിക്കാനായിട്ട് നെഫ്സ് കൂടെ ഉണ്ട്. അഥവാ ഈ ദുന്യാവ് നാസൂത്തിയായ ലോകമാണ്, ജിന്നുകളുടെ ലോകമാണ്. ഈ ജിന്നുകളുടെ ലോകത്തേക്ക് വരുന്ന ഈ റൂഹ് വിദേശിയാണ്. വിദേശിയായ ഒരാള് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും അറിയില്ല. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാനും ഗ്രഹിപ്പിക്കാനുമായിട്ട് സഹായിയായിട്ട് എന്തുണ്ട്, ഒരു നെഫ്സിനെ അള്ളാഹുത്താല വെച്ചിട്ടുണ്ട്. ഇവ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടുന്നത്, എന്താണ് ഇതിന്റെ തമ്മിലുള്ള കണക്ഷൻ, എന്താണ് ഒന്ന് മറ്റൊന്നിൽ എങ്ങനെ സഹായം നേടിയെടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഗ്രഹിക്കാനുണ്ട്. അതൊക്കെ അവനവന്റെ മുർഷിദിൽ നിന്ന് ഗ്രഹിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാൽ നമുക്കൊരുപാട് ലോജിക്കുണ്ടാവും. നമ്മൾ ഇന്ന് പഠിച്ചു വെച്ച ഇൽമു പ്രകാരം, നമ്മളെ നെഫ്സ് കൊണ്ടുള്ള എക്സ്പീരിയൻസ് പ്രകാരം നമുക്ക് ഒരുപാട് കുതന്ത്രങ്ങളായ ചോദ്യങ്ങളും സംശയങ്ങളും ലോജിക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന് മുമ്പിൽ ഒന്നും വില പോകൂല. കാരണം അള്ളാഹുവിന്റെ കയ്യിൽ ഇതിനേക്കാളും വലിയ ലോജിക്കുണ്ട്. അവന്റെ തീരുമാനങ്ങളിൽ അതേപോലെ തന്നെ വിധികൽപ്പനകളിൽ ഒന്നും ലവലേശം തെറ്റ് സംഭവിക്കൂല. തെറ്റ് നമുക്ക് സംഭവിക്കും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങള് ആരായുന്നവരും അന്വേഷിക്കുന്നവരാവണം. എങ്കിലും അള്ളാഹുവിന്റെ വാതിൽ തുറക്കപ്പെടുള്ളൂ. നമ്മൾ കാലാകാലം ഈ പഠിക്കുന്നവരെ മാത്രമായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടത്തിലാ കലാശിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അങ്ങനെയും പറയുന്നുണ്ട്. ചില ആളുകള് ജീവിതം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിക്കൂല എന്നുള്ളത്. അങ്ങനെ അവന്റെ ആ ഒരു പഠിപ്പ് കൊണ്ട് വഞ്ചനകളകപ്പെടും. പഠിക്കുന്നത് പ്രവർത്തിക്കാനാണ്. അള്ളാഹുവിൽ നിന്ന് സഹായം തേടാതെ അള്ളാഹുവിനോട് എത്തിച്ചേരാന്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാന് സ്വയം പരിശ്രമിക്കാതെ ആരും എത്തുന്നതല്ല. നമ്മൾ വല്ല സ്വപ്നം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഹായഹസ്തങ്ങളായിട്ട് ആരെങ്കിലും വരാൻ വേണ്ടിയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാറില്ല. അങ്ങനെ ആർക്കും സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് പിന്നിൽ വേറെയും പല കാരണങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയ കാരണങ്ങളാവില്ല. ആ പരിശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് അള്ളാഹു തആല നമ്മളോട് ദിവസവും കൽപ്പിക്കുന്നത്. ഒരു തവണ മിനിമം 17 വട്ടെങ്കിലും ഫാത്തിഹ ഓതാൻ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സിറാത്തുൽ മുസ്തഖീമിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ആ പാത തന്നെയാണ് ഈ വിശദീകരിക്കുന്ന വിഷയങ്ങൾ മുഴുവനും. ഇപ്പോൾ ഒരാള് മുർഷിദിനെ കണ്ടുമുട്ടാതെ ദുന്യാവിൽ നിന്ന് യാത്ര ആയിക്കൊണ്ട് പിന്നീട് റൂഹ് ആ ലോകത്ത് വെച്ച് തന്നെ വീണ്ടും ഉണർച്ചയിൽ വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ആളുകൾ ഖേദിക്കും. ആ ഖേദപ്രകടനമാണ് എന്ത് പറയുന്നത്, ഞങ്ങളെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ ഒന്നുകൂടി ദുന്യാവിലേക്ക് തിരിച്ചയക്കുമോ എന്ന് പറയുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇതൊരു അദബാണ്. നമ്മൾ സത്യം ഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉപദേശം കിട്ടുന്ന സമയത്ത് നൊടിയിടയിൽ അതിലേക്ക് നമ്മൾ വേഗത കൂട്ടൽ, ധൃതിപ്പെടൽ, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നന്മയിലേക്ക് ധൃതിപ്പെടൽ. എന്നാൽ അതിൽ നമ്മൾ സാവകാശം തേടല് ഇത് ശൈത്താനിയത്താണ്. സാവകാശം നമുക്ക് തേടാം. എങ്ങനെ? അത് നമ്മൾ സത്യപ്പെടുത്താനും അന്വേഷിക്കാനും വേണ്ടി. പക്ഷേ നമ്മളത് ഡിലേ ആക്കി വെക്കേണ്ട ആവശ്യം, ഒന്നിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ രീതിയിൽ അതിൻ്റെ വഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അല്ല സമയം പാഴാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.